നമ്മുടെ നക്ഷത്രമായ സൂര്യന് ചുറ്റും ഗ്രഹങ്ങളുണ്ടെങ്കിൽ ഒരുപക്ഷെ രാത്രി നമ്മൾ ആകാശത്തിൽ കാണുന്ന എണ്ണമില്ലാത്ത നക്ഷത്രങ്ങൾക്ക് ചുറ്റിലും ചിലപ്പോൾ ഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുമെന്ന ആശയം പല നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യർക്കുണ്ടായിരുന്നു. അത്തരം ഗ്രഹങ്ങളെ, അതായത് നമ്മുടെ സൗരയൂഥത്തിന് പുറത്ത് പ്രപഞ്ചത്തിൽ മറ്റെവിടെയുമുള്ള ഗ്രഹങ്ങളെ എക്സോപ്ലാനറ്റ്സ് എന്നാണ് പറയുന്നത്. പണ്ട് മുതലേ എക്സോപ്ലാനറ്റ്സിന്റെ ആശയം ഉണ്ടായിരുന്നെങ്കിലും എക്സോപ്ലാനറ്റുകളെ കണ്ടെത്താനുള്ള ടെക്നോളജികളൊന്നും പുരാതന കാലത്തിൽ നമുക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ എക്സോപ്ലാനറ്റിനെ കണ്ടെത്താൻ നമുക്ക് ഒരുപാട് കാലങ്ങൾ വേണ്ടിവന്നു. അങ്ങനെ ഏറെ കാലങ്ങളായുള്ള പ്രയത്നങ്ങൾക്കു ശേഷം 1992 ആദ്യമായിട്ടൊരു എക്സോപ്ലാനറ്റിനെ കണ്ടെത്തിയത്. എന്നാൽ അതിനുശേഷം വെറും 3 പതിറ്റാണ്ടുകൾക്കുള്ളിൽ 5500-ലേറെ എക്സോപ്ലാനറ്റുകളെ നമ്മൾ കണ്ടെത്തി. ഈ എക്സോപ്ലാനറ്റുകളെല്ലാം നമ്മുടെ സമീപത്ത് തന്നെ നിലനിൽക്കുന്നവയാണ്. സമീപത്തെന്ന് വെച്ചാൽ ആയിരക്കണക്കിന് പ്രകാശവർഷങ്ങൾക്കുള്ളിൽ. എന്നാൽ നമ്മുടെ മിൽക്കി വേ ഗാലക്സിക്ക് 1,00,000 പ്രകാശവർഷങ്ങളിൽ കൂടുതൽ വ്യാസമുണ്ട്. ഇത്രയും വലിയൊരു ഗാലക്സിയിൽ ഏറ്റവും കുറഞ്ഞത് 10,000 കോടി നക്ഷത്രങ്ങളെങ്കിലും ഉണ്ടായിരിക്കും. അതിൽ ഒട്ടുമിക്ക നക്ഷത്രങ്ങൾക്കും ഒന്നിലധികം ഗ്രഹങ്ങളുണ്ട്. എന്നിരുന്നാലും ഓരോ നക്ഷത്രത്തിനും ഏറ്റവും കുറഞ്ഞത് ഒരു ഗ്രഹമുണ്ടെന്ന് പരിഗണിച്ചാൽ പോലും നമ്മുടെ മിൽക്കി വേയിൽ 10,000 കോടിയിലേറെ ഗ്രഹങ്ങളുണ്ട്. ഇത്രയേറെ ഗ്രഹങ്ങൾ ഉള്ളതിനാൽ ഇതിൽ ചില ഗ്രഹങ്ങളിലെങ്കിലും ഭൂമിയിലുള്ളതുപോലത്തെ അവസ്ഥകൾ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് എർത്ത് ലൈക്ക് പ്ലാനറ്റ്സ് അഥവാ ഭൂമിക്ക് സമാനമായ ഗ്രഹങ്ങൾ എന്ന ആശയമുദിച്ചത്. അതോടെ ഭൂമിയുമായിട്ട് ഏറ്റവും കൂടുതൽ സാമ്യതയുള്ള എക്സോ പ്ലാനറ്റ്സിനു വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു. ആ തിരച്ചിലിൽ ഭൂമിക്ക് സമാനമായ നിരവധി പുതിയ ഗ്രഹങ്ങളെ ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടെത്താൻ തുടങ്ങി. അങ്ങനെ മറ്റൊരു ഭൂമിയെ കണ്ടെത്തിയെന്ന വാർത്തകൾ നമ്മൾ നിരന്തരമായിട്ട് കേൾക്കാൻ തുടങ്ങി. കെപ്ലർ 452b, ഗ്ലീസെ 667cc, ട്രാപ്പിസ്റ്റ് 1, ടി ഗാർഡൻ ബി, അങ്ങനെ ഭൂമിയുമായിട്ട് സാമ്യതയുള്ള ഒരുപാട് ഗ്രഹങ്ങളെ ഇതിനോടകം വെച്ച് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ സത്യാവസ്ഥ എന്താണെന്നാൽ ഭൂമിക്ക് സമാനമായ ഗ്രഹങ്ങളെ കണ്ടെത്തി എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഈ ഗ്രഹങ്ങളെല്ലാം ഭൂമിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ലോകങ്ങളാണ്. ഈ ഗ്രഹങ്ങളിലേക്ക് പോയാൽ ഭൂമിക്ക് സമാനമായിട്ട് തോന്നുന്നതിന് പകരം ഒരുപക്ഷെ അവയെല്ലാം നരകതുല്യമായ ഗ്രഹങ്ങളായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഭൂമിക്ക് സമാനമായ ഗ്രഹങ്ങളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ശരിക്കും ആ ഗ്രഹങ്ങളിൽ നമുക്ക് ജീവിക്കാനാകില്ല. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഭൂമിക്ക് സമാനമായ ഗ്രഹങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുന്നേ എർത്ത് സിമിലാരിറ്റി ഇൻഡെക്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റ് ഗ്രഹങ്ങളെ ഭൂമിയുമായിട്ട് താരതമ്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്കെയിലാണ് എർത്ത് സിമിലാരിറ്റി ഇൻഡെക്സ് അഥവാ ESI. 0 മുതൽ 1 വരെയാണ് ഈ സ്കെയിലിലുള്ളത്. 0.12 ഒക്കെയാണ് ഒരു ഗ്രഹത്തിന്റെ ESI എങ്കിൽ അതിന് ഭൂമിയുമായിട്ട് യാതൊരു സാമ്യതയും ഇല്ല എന്നാണ് അർത്ഥം. എന്നാൽ 0.89 ഒക്കെയാണെങ്കിൽ അവയ്ക്ക് ഭൂമിയുമായിട്ട് കൂടുതൽ സാമ്യതയുണ്ടായിരിക്കും. പക്ഷെ ESIയുടെ പ്രശ്നം എന്താണെന്നാൽ ഒരു ഗ്രഹത്തിന്റെ ESI നിശ്ചയിക്കുന്നത് ഏതാനും ചില സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഒരു ഗ്രഹത്തിന്റെ വലിപ്പം, സാന്ദ്രത, ഉപരിതല താപനില, പിന്നെ അതിന്റെ നക്ഷത്രത്തിൽ നിന്നും അതിന് ലഭിക്കുന്ന സൗരോർജത്തിന്റെ അളവ്, ഇത്രയും ഘടകങ്ങളെ ഭൂമിയുമായിട്ട് താരതമ്യം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഒരു ഗ്രഹത്തിന്റെ ESI നിശ്ചയിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത്രയും ഘടകങ്ങൾ മാത്രം ഭൂമിക്ക് സമാനമാണെന്ന് കരുതി ഒരു എക്സോ പ്ലാനറ്റിനെ മറ്റൊരു ഭൂമിയായിട്ട് നമുക്ക് പരിഗണിക്കാനാകില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഭൂമിക്ക് സമാനമായ ഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഭൂമിയുമായിട്ട് ഏതാനും ചില സമാനതകളുള്ള ഗ്രഹങ്ങൾ മാത്രമാണ്. അതിനാൽ തന്നെ ഭൂമിക്ക് സമാനമായ ഗ്രഹങ്ങളെന്നറിയപ്പെടുന്ന എക്സോ പ്ലാനറ്റുകൾക്ക് പല തരത്തിലുമുള്ള ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. ഭൂമിക്ക് സമാനമായ ഗ്രഹങ്ങളെ തേടുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ തിരയുന്നത് ജലം നിലനിൽക്കാൻ സാധ്യതയുള്ള ഗ്രഹങ്ങളെയാണ്. കാരണം ഭൂമിയിലെ ജീവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ് ജലം. അതിനുവേണ്ടി ഹാബിറ്റബിൾ മേഖലയിൽ ഗ്രഹങ്ങൾ ഉണ്ടോ എന്നാണ് പ്രധാനമായും ജ്യോതിശാസ്ത്രജ്ഞർ നോക്കുന്നത്. ഗ്രഹങ്ങളുടെ ഉപരിതലത്തിൽ ജലത്തിന് ദ്രാവക രൂപത്തിൽ നിലകൊള്ളാൻ കഴിയുന്ന മേഖലയാണ് ഹാബിറ്റബിൾ മേഖല. അതായത് ഒരു ഗ്രഹം നക്ഷത്രത്തിൽ നിന്നും ഒരുപാട് അകന്നുപോയാൽ താപനില കുറയുന്നത് കാരണം അതിന്റെ ഉപരിതലത്തിലുള്ള ജലം മുഴുവൻ തണുത്തുറഞ്ഞു പോകും. എന്നാൽ അതേസമയം ഒരുപാട് അടുത്തേക്ക് വന്നാൽ താപനില കൂടുന്നത് കാരണം ജലം മുഴുവൻ തിളച്ച് നീരാവിയായി വറ്റിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഇതിന് രണ്ടിനുമിടയിലുള്ള മേഖലയാണ് ഹാബിറ്റബിൾ മേഖല. അതായത് ഈ ഹാബിറ്റബിൾ മേഖലയിലാണ് ഗ്രഹം നിലനിൽക്കുന്നതെങ്കിൽ ജലത്തിന് ദ്രാവക രൂപത്തിൽ തന്നെ നിലകൊള്ളാൻ ആവശ്യമായ താപനിലയായിരിക്കും അതിന്റെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്നത്. പക്ഷേ ഹാബിറ്റബിൾ മേഖല എന്നത് ഒരു സാധ്യത മാത്രമാണ്.
ഒരു ഗ്രഹം ഹാബിറ്റബിൾ മേഖലയിലാണെന്നു കരുതി അതിൽ ജലത്തിന് ദ്രാവക രൂപത്തിൽ തന്നെ നിലകൊള്ളാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കണമെന്നില്ല. അതിനൊരുത്തമ ഉദാഹരണമാണ് നമ്മുടെ മാർസ് ഹാബിറ്റബിൾ മേഖലയിലാണെങ്കിലും ജലത്തിനെ സംരക്ഷിക്കാൻ ആവശ്യമായ കട്ടിയുള്ള ഒരു അന്തരീക്ഷം മാർസിനില്ല. അതുകൊണ്ട് തന്നെ മാർസിന്റെ ഉപരിതലത്തിൽ മഞ്ഞുപാളികൾ ഉണ്ടെങ്കിലും ദ്രാവക രൂപത്തിൽ ജലമില്ല. അപ്പോൾ ഉപരിതലത്തിൽ ജലം ദ്രാവക രൂപത്തിൽ നിലകൊള്ളാൻ ഒരു ഗ്രഹം ഹാബിറ്റബിൾ മേഖലയിലായിരുന്നാൽ മാത്രം പോരാ, അതിനെ കട്ടിയുള്ള ഒരു അന്തരീക്ഷവും കൂടെ വേണം. അതുമാത്രമല്ല, ഒരു ഗ്രഹത്തിന് കട്ടിയുള്ള അന്തരീക്ഷമുണ്ടെങ്കിൽ ഉപരിതലത്തിൽ ബഹിരാകാശത്തിൽ നിന്നുമുള്ള റേഡിയേഷൻസ് വന്ന് പതിക്കാതിരിക്കാനും അതുപോലെ ചൂട് തങ്ങി നിർത്താനും അത് സഹായിക്കും. ചുരുക്കി പറഞ്ഞാൽ, ഹാബിറ്റബിൾ മേഖലയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളായിരുന്നാലും അതിന് കട്ടിയുള്ള അന്തരീക്ഷം വേണമെന്നതും വളരെ സുപ്രധാനമാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജനും ഉണ്ടായിരിക്കണം. പക്ഷെ അത് മാത്രമല്ല, അന്തരീക്ഷത്തിൽ വിഷവാതകങ്ങൾ ഉണ്ടായിരിക്കാനും പാടില്ല. വിഷവാതകങ്ങളാണെങ്കിൽ പിന്നെ അന്തരീക്ഷം ഉണ്ടായിരുന്നിട്ട് തന്നെ കാര്യമില്ല. എന്നാൽ ഈ പറഞ്ഞതെല്ലാം ഉണ്ടെങ്കിൽ പോലും, അതായത് വിഷവാതകങ്ങളൊന്നുമില്ലാതെ നല്ല കട്ടി കൂടിയ അന്തരീക്ഷവും ഹാബിറ്റബിൾ മേഖലയും ജലവും അങ്ങനെ എല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒട്ടുമിക്ക എക്സോപ്ലാനറ്റുകളും നേരിടുന്ന മറ്റ് പല പ്രശ്നങ്ങളുമുണ്ട്. നമ്മുടെ സൂര്യൻ ഒരു യെല്ലോ ഡ്വാർഫ് നക്ഷത്രമാണ്. ഇത്തരം നക്ഷത്രങ്ങൾ ശരാശരി 1000 കോടി വർഷക്കാലം നിലനിൽക്കും. ശേഷം അവ ഒരു റെഡ് ജെയിന്റ് നക്ഷത്രമാവുകയും അതിലൂടെ അവ നശിച്ച് കാലക്രമേണ അവ ഒരു വൈറ്റ് ഡ്വാർഫായി മാറുകയും ചെയ്യും. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നാൽ, ഏറ്റവും സ്റ്റേബിൾ ആയ തരം നക്ഷത്രങ്ങളാണ് യെല്ലോ ഡ്വാർഫുകൾ. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ചുറ്റുമുള്ള നക്ഷത്രങ്ങളിൽ ജീവൻ ഉണ്ടെങ്കിൽ അവ അവയുടെ നക്ഷത്രത്തിൽ നിന്നും സുരക്ഷിതമായിരിക്കും. പക്ഷേ പ്രശ്നം എന്താണെന്നാൽ, നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിലെ 10,000 കോടി നക്ഷത്രങ്ങളിൽ 10% പോലും യെല്ലോ ഡ്വാർഫുകളില്ല. എന്നാൽ ഏറ്റവും കൂടുതലുള്ളത് റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളാണ്. കൂടുതൽ എന്ന് വെച്ചാൽ മിൽക്കി വേയിലെ 3/4 നക്ഷത്രങ്ങളും യഥാർത്ഥത്തിൽ ചുവന്ന കുള്ളൻ നക്ഷത്രങ്ങളാണ്. ഇവ 10,000 കണക്കിന് കോടി വർഷക്കാലം നിലനിൽക്കും. ഏറ്റവും ചെറിയ റെഡ് ഡ്വാർഫുകളാണെങ്കിൽ പല ദശലക്ഷം കോടി വർഷങ്ങളോളം നിലനിൽക്കും. ഓർക്കുക, നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നിഗമനപ്രകാരം നമ്മുടെ പ്രപഞ്ചത്തിന്റെ പ്രായം പോലും വെറും 1370 കോടി വർഷങ്ങളാണ്. നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒട്ടുമിക്ക എക്സോപ്ലാനറ്റുകളും ശരിക്കും റെഡ് ഡ്വാർഫുകൾക്ക് ചുറ്റും വലം വയ്ക്കുന്നവയാണ്. പക്ഷേ റെഡ് ഡ്വാർഫുകൾക്ക് ചുറ്റും വലം വയ്ക്കുന്ന ഗ്രഹങ്ങൾ അതിന് എത്ര ESI കൂടിയ ഗ്രഹങ്ങളായിരുന്നാലും അവയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും പ്രധാന പ്രശ്നം, റെഡ് ഡ്വാർഫുകൾ വളരെ അൺസ്റ്റേബിൾ ആണ്. എന്നുവെച്ചാൽ അവയിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും തികച്ചും യാദർശികമായി പല തരത്തിലുമുള്ള ഊർജ പ്രവാഹങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഈ ഊർജ പ്രവാഹങ്ങൾ, അതിൽ പ്രധാനമായും സോളാർ ഫ്ലെയറുകൾ, നമ്മുടെ സൂര്യനിൽ നിന്നും വരുന്ന സോളാർ ഫ്ലെയേഴ്സിനേക്കാൾ 100 മടങ്ങ് മുതൽ 1000 മടങ്ങോളം വരെ ശക്തമായിരിക്കും. ഈ ശക്തമായ ഫ്ലെയേഴ്സിൽ നിന്നും വരുന്ന അതിതീവ്രമായ റേഡിയേഷൻ അവയ്ക്ക് ചുറ്റും നിലനിൽക്കുന്ന ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തിനെ മുഴുവൻ ബഹിരാകാശത്തിലേക്ക് പുറന്തള്ളും. അതിന് എത്ര കട്ടികൂടിയ അന്തരീക്ഷമായിരുന്നാലും ശരി, കാലക്രമേണ ആ അന്തരീക്ഷം മുഴുവൻ പൂർണ്ണമായും നശിക്കും. അപ്പോൾ പിന്നെ ഇത്തരം ഗ്രഹങ്ങളിൽ ബഹിരാകാശത്തിൽ നിന്നുമുള്ള മാരകമായ റേഡിയേഷൻസ് മുഴുവൻ ഉപരിതലത്തിൽ നേരിട്ട് വന്ന് പതിക്കും. അതുകൊണ്ട് ചിലപ്പോൾ സ്പേസ് സ്യൂട്ടുകൾ ഇല്ലാതെ നമുക്ക് ഈ ഗ്രഹങ്ങളിൽ ജീവിക്കാനാകില്ല. അതുമാത്രമല്ല, അന്തരീക്ഷം നശിക്കുന്നതിന് പുറമെ ഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ ദ്രാവക രൂപത്തിൽ നിലകൊള്ളുന്ന മുഴുവൻ ജലവും തിളച്ചു മറിയുകയും കാലക്രമേണ ആ ജലം മുഴുവൻ പൂർണ്ണമായും നീരാവിയായി വറ്റി വരണ്ടു പോവുകയും ചെയ്യും. അപ്പോൾ പിന്നെ എന്തായാലും മരുഭൂമി പോലത്തെ ഗ്രഹത്തിൽ തീർച്ചയായും നമുക്ക് സ്ഥിരമായി ജീവിക്കാനാകില്ല. ഇനി ഒരുപക്ഷെ വളരെ സ്റ്റേബിൾ ആയ റെഡ് ഡ്വാർഫുകളാണെങ്കിൽ പോലും അവയ്ക്ക് മറ്റൊരു പ്രശ്നവും കൂടെയുണ്ട്. അതെന്താണെന്നാൽ, റെഡ് ഡ്വാർഫുകളുടെ ഹാബിറ്റബിൾ മേഖലയാണ്. റെഡ് ഡ്വാർഫുകൾ വളരെ ചെറിയ നക്ഷത്രങ്ങളായതിനാൽ ഇവയിൽ വളരെ ചെറിയ തോതിൽ മാത്രമേ ന്യൂക്ലിയർ ഫ്യൂഷൻ സംഭവിക്കുകയുള്ളൂ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഇവയിൽ നിന്നും വളരെ ചെറിയ തോതിലുള്ള ഊർജം മാത്രമേ വമിക്കുകയുള്ളൂ. ചെറിയ തോതിൽ എന്ന് പറയുമ്പോൾ ഒരു ശരാശരി റെഡ് ഡ്വാർഫിന് നമ്മുടെ സൂര്യന്റെ 1% പ്രകാശ തീവ്രത പോലും ഉണ്ടായിരിക്കില്ല. അതിന്റെ അനന്തരഫലമായി റെഡ് ഡ്വാർഫുകളുടെ ഹാബിറ്റബിൾ മേഖല അവയുടെ വളരെ സമീപത്തിൽ തന്നെ ആയിരിക്കും. സമീപത്തിൽ എന്ന് വെച്ചാൽ ശരാശരി റെഡ് ഡ്വാർഫുകളുടെ ഹാബിറ്റബിൾ മേഖല അവയിൽ നിന്നും ചില ദശലക്ഷം കിലോമീറ്ററുകൾക്കുള്ളിൽ തന്നെ, അല്ലെങ്കിൽ പരമാവധി 1-2 കോടി കിലോമീറ്ററുകൾക്കുള്ളിൽ തന്നെ അവസാനിക്കും. ഓർക്കുക, സൂര്യന്റെ ഏറ്റവും സമീപത്തിലായിരിക്കുന്ന മെർക്കുറി പോലും സൂര്യനിൽ നിന്നും ശരാശരി 5 കോടി കിലോമീറ്ററുകൾക്കകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് റെഡ് ഡ്വാർഫുകൾക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങൾ ഹാബിറ്റബിൾ മേഖലയിലാണെങ്കിലും അവ നക്ഷത്രങ്ങളുടെ തീരെ അടുത്തായി പോകും. നമ്മുടെ ഏറ്റവും സമീപത്തുള്ള എക്സോപ്ലാനറ്റായ പ്രോക്സിമ സെന്റൗറി ബിയെ തന്നെ അതിനൊരു ഉദാഹരണമായിട്ടെടുക്കാം.
പ്രോക്സിമ ബി അതിന്റെ നക്ഷത്രത്തിൽ നിന്നും, അതായത് പ്രോക്സിമ സെന്റൗറിയിൽ നിന്നും ഏകദേശം 72 ലക്ഷം കിലോമീറ്ററുകൾക്ക് അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് പ്രോക്സിമ ബിയുടെ മാത്രം കാര്യമല്ല. റെഡ് ഡ്വാർഫുകൾക്ക് ചുറ്റും വലം വയ്ക്കുന്ന ഏകദേശം എല്ലാ ഗ്രഹങ്ങളും ഇങ്ങനെ തന്നെയാണ്. ഇവ ഇത്രയും സമീപത്തിലായതിനാൽ നക്ഷത്രത്തിന്റെ ഗ്രാവിറ്റി കാരണം ഈ ഗ്രഹങ്ങളൊക്കെ ടൈഡലി ലോക്ഡ് ആയിരിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. എന്നുവെച്ചാൽ ഈ ഗ്രഹങ്ങളുടെ ഒരു വശം നിരന്തരമായിട്ട് നക്ഷത്രത്തിനെ നോക്കി നിൽക്കും. അപ്പോൾ ആ വശത്തിൽ നിരന്തരമായ പകലും മറുവശം നിരന്തരമായ ഇരുട്ടിലുമായിരിക്കും. ഇത് കാരണം ഈ ഗ്രഹങ്ങളുടെ പകൽ വശം മുഴുവൻ ചുട്ടുപഴുത്ത അവസ്ഥയിലായിരിക്കും. നേരെ തിരിച്ച് മറുവശമാണെങ്കിൽ തണുത്തുറഞ്ഞ അവസ്ഥയിലും. അപ്പോൾ പിന്നെ രാത്രി വശത്തിലും പകൽ വശത്തിലും നമുക്ക് ജീവിക്കാനാകില്ല. ഇനി ഇതിനൊക്കെ പുറമെ ടൈഡലി ലോക്ഡ് ആയ ഗ്രഹം എന്ന് പറയുമ്പോൾ അത് സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നില്ല എന്ന് തന്നെ പറയണം. അങ്ങനെ കറങ്ങുന്നില്ലെങ്കിൽ അവയ്ക്കൊരു കാന്തിക വലയം ഉണ്ടാകാനുള്ള സാധ്യതയും തീരെ കുറവാണ്. അപ്പോൾ പിന്നെ അന്തരീക്ഷമുണ്ടെങ്കിൽ പോലും അതുകൊണ്ട് പ്രയോജനമില്ല. എന്തെന്നാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലെങ്കിൽ നക്ഷത്രത്തിൽ നിന്നുമുള്ള സോളാർ വിൻഡും റേഡിയേഷൻസും ഒക്കെ കാരണം കാലക്രമേണ അന്തരീക്ഷം മുഴുവൻ നശിക്കും. അപ്പോൾ എങ്ങനെ നോക്കിയാലും റെഡ് ഡ്വാർഫുകൾക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങളിൽ മനുഷ്യർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യതകളില്ല എന്നൊരിക്കലും പറയാൻ കഴിയില്ല. പക്ഷേ സാധ്യതകൾ തീരെ കുറവാണ്. എന്നാൽ നമ്മുടെ സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങളുടെ ഹാബിറ്റബിൾ മേഖലയിലുള്ള ഗ്രഹങ്ങളാണെങ്കിലോ? സൂര്യന് സമാനമായ നക്ഷത്രത്തിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഏകദേശം 1800 പ്രകാശവർഷങ്ങൾക്കകലെയുള്ള കെപ്ലർ 452. നമ്മുടെ സൂര്യനെ പോലെ ഒരു യെല്ലോ ഡ്വാർഫ് നക്ഷത്രമായ കെപ്ലർ 452-ന് സൂര്യനേക്കാൾ 11% കൂടുതൽ വലിപ്പമേയുള്ളൂ. മാസ് ആണെങ്കിൽ വെറും 3% കൂടുതലുള്ളൂ. ഏകദേശം സൂര്യന്റെ അത്ര തന്നെ പ്രായവുമുണ്ട്. ആകെ മൊത്തത്തിൽ ഏകദേശം സൂര്യന് തുല്യമായ ഒരു നക്ഷത്രം. അതിനേക്കാൾ ഉപരി ഇതിന്റെ ഹാബിറ്റബിൾ മേഖലയിൽ ഒരു ഗ്രഹം നിലനിൽക്കുന്നുണ്ട്. അതാണ് കെപ്ലർ 452b. ആദ്യമായിട്ട് നമ്മൾ എർത്ത് ലൈക്ക് പ്ലാനറ്റ് എന്ന പട്ടം നൽകിയ ഗ്രഹമാണ് കെപ്ലർ 452b. സൂര്യനിൽ നിന്നും ഭൂമി നിലനിൽക്കുന്ന ഏകദേശം അതേ ദൂരത്തിൽ തന്നെയാണ് ഈ ഗ്രഹവും അതിന്റെ നക്ഷത്രത്തിൽ നിന്നുമായിരിക്കുന്നത്. അതായത് ഏകദേശം 15 കോടി കിലോമീറ്ററുകൾക്കകലെ. പക്ഷെ ഈ ഗ്രഹത്തിന് ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നാൽ ഇതൊരു സൂപ്പർ എർത്ത് പ്ലാനറ്റ് ആണ്. എന്നുവെച്ചാൽ ഭൂമിയേക്കാൾ മാസും വലിപ്പവും കൂടുതലുള്ള ഗ്രഹം. ഇതിന് ഭൂമിയുടെ 5 മടങ്ങ് മാസുമുണ്ട്. ഭൂമിയേക്കാൾ 50% കൂടുതൽ വലിപ്പവുമുണ്ട്. ഇത് തന്നെയാണ് എക്സോപ്ലാനറ്റ്സിന്റെ മറ്റൊരു വലിയ പ്രശ്നം. അതായത് ഇതുപോലെ നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഏകദേശം എല്ലാ എക്സോപ്ലാനറ്റ്സിനും ഭൂമിയേക്കാൾ മാസ് കൂടുതലോ കുറവോ ആയിരിക്കും. മാസും വലിപ്പവും കുറയുന്നതിനും കൂടുന്നതിനും അനുസരിച്ച് ഗ്രഹങ്ങളുടെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റിയും കൂടുകയും കുറയുകയും ചെയ്യും. ഗ്രാവിറ്റി കൂടിയാലും കുറഞ്ഞാലും ആ ഗ്രഹത്തിൽ നമുക്ക് ജീവിക്കാനാകില്ല. വേണമെങ്കിൽ കുറച്ചു കാലത്തേക്ക് ജീവിക്കാമെന്നല്ലാതെ സ്ഥിരമായിട്ട് ജീവിക്കാനാകില്ല. കാരണം ഗ്രാവിറ്റി കുറഞ്ഞ ഗ്രഹത്തിൽ കുറെ നാൾ ജീവിക്കുമ്പോൾ എല്ലുകളുടെ സാന്ദ്രത കുറയും, പേശികൾ തീരെ ദുർബലമാകും, ശരീരത്തിലെ ദ്രാവകങ്ങളുടെ ക്രമാതീതമായ ഒഴുക്കുകൾ കാരണം പ്ലാസ്മയുടെ അളവ് തീരെ കുറയും, ഹൃദയമിടിപ്പിന്റെ താളം മാറും. അങ്ങനെ നമുക്ക് പല തരത്തിലുമുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇനി ഗ്രാവിറ്റി കൂടുതലുള്ള ഗ്രഹത്തിൽ പോയാലും ഇതേപോലെ തന്നെ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും. ഇങ്ങനെ ഗ്രാവിറ്റി കുറവോ കൂടുതലോ ആയ ഗ്രഹങ്ങളിൽ വളരെ അഡ്വാൻസ്ഡ് ആയ സ്പേസ് സ്യൂട്ടുകൾ ഇല്ലാതെ നമുക്ക് തീർച്ചയായും അധിക നാൾ അതിജീവിക്കാനാകില്ല. കെപ്ലർ 452-ന്റെ കാര്യത്തിലാണെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്നതിന്റെ ഏകദേശം 5 മടങ്ങോളം ഗ്രാവിറ്റി ആയിരിക്കും കെപ്ലർ 452bയിൽ അനുഭവപ്പെടുന്നത്. ഇത്രയും ശക്തമായ ഗ്രാവിറ്റിയുള്ള ഗ്രഹത്തിൽ നമുക്ക് നേരെ ചൊവ്വേ നടക്കാൻ പോലും സാധിക്കില്ല. ചിലപ്പോൾ കുറെ നേരം കഴിഞ്ഞ് നമ്മുടെ കാലുകളുടെ എല്ലുകൾ ഒടിഞ്ഞു പോകാൻ വരെ സാധ്യതയുണ്ട്. കാല് തെന്നി ഒന്ന് നിലത്ത് വീണാൽ മതി, നമ്മൾ പടമായി പോകും. ചുരുക്കി പറഞ്ഞാൽ അന്തരീക്ഷവും ഹാബിറ്റബിൾ മേഖലയും സൂര്യന് സമാനമായ നക്ഷത്രം ഒന്നും പോരാഞ്ഞിട്ട് എക്സോപ്ലാനറ്റ്സിന്റെ ഉപരിതല ഗ്രാവിറ്റി കൂടെ തുല്യമാണെങ്കിൽ മാത്രമേ നമുക്കവിടെ അതിജീവിക്കാനാകൂ. പക്ഷെ ഇങ്ങനെ എല്ലാം തികഞ്ഞ ഒരു ഗ്രഹത്തിനെ നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഒരു എക്സോപ്ലാനറ്റിലും നമുക്ക് ജീവിക്കാനാകില്ല. ഈ പറഞ്ഞതെല്ലാം നമ്മൾ കണ്ടെത്തിയിട്ടുള്ള എക്സോപ്ലാനറ്റുകളിൽ മനുഷ്യർ ജീവിക്കുന്നതിനെ കുറിച്ചാണ്. അല്ലാതെ എക്സോപ്ലാനറ്റുകളിൽ ജീവൻ ഉണ്ടായിരിക്കുമോ എന്നതിനെ കുറിച്ചല്ല. സൈദ്ധാന്തികപരമായി ചിന്തിച്ചാൽ ഏതൊരു ഗ്രഹത്തിലും ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു ഗ്രഹത്തിൽ ജീവൻ ഉണ്ടാകുന്നത് അവിടെ ലഭ്യമായ ഘടകങ്ങൾ ഉപയോഗിച്ച് അവിടുത്തെ അവസ്ഥകൾക്ക് അനുയോജ്യമായ രീതിയിലാണ്. എന്തായാലും എർത്ത് ലൈക്ക് പ്ലാനറ്റ്സ് എന്നറിയപ്പെടുന്ന ഗ്രഹങ്ങൾ ഉൾപ്പെടെ നിലവിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു എക്സോപ്ലാനറ്റിലും സ്പേസ് സ്യൂട്ടുകളുടെ സഹായമില്ലാതെ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയില്ല.
പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മുടെ ഗാലക്സിയിലുള്ള 1% ഗ്രഹങ്ങളെ പോലും ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ട് പോലുമില്ല. അതിനാൽ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു എക്സോ പ്ലാനറ്റിനെ കണ്ടെത്താനുള്ള സാധ്യത ഇനിയും ധാരാളമുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.